പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്ന എന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മനിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാനും ആത്മനിറവിൽ ഗ്രഹിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവവചനം അവരുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയ്ക്കും അങ്ങയിലുള്ള വിശ്വാസത്തിൽ വളരുവാനും മുഖാന്തരമൊരുക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ദി എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരീക്ഷ എന്നുള്ളത് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്. നാം ഒക്കെയും പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഓരോ ക്ലാസ്സുകളിലും അത് ജയിച്ച് മുമ്പോട്ട് പോകുവാൻ പരീക്ഷകൾ നേരിടുന്ന സാഹചര്യങ്ങളുണ്ട്. അത് എലിമെൻ്ററി സ്കൂൾ മുതൽ ഹൈസ്കൂൾ തുടങ്ങി പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് വരുമ്പോഴും അപ്രകാരമുള്ള പരീക്ഷയെ അതിജീവിച്ചാണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. പരീക്ഷ നാം പഠിച്ച ഭാഗങ്ങൾ എത്രത്തോളം നാം മനസ്സിലാക്കി, അതിലെത്രത്തോളം അറിവ് നമുക്ക് ലഭ്യമായി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്രകാരം തന്നെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ദൈവകൃപയിൽ വളരുന്ന ഒരു വ്യക്തിക്ക് നിരന്തരമായ പരീക്ഷകൾ നേരിടേണ്ടി വരും. ആ പരീക്ഷയെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്നു. 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അത് സകലത്തിലും സന്തോഷം എന്ന് കരുതുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സഹിഷ്ണുത ഉളവാക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ ആത്മീയ ജീവിതത്തിലെ പരീക്ഷകൾ വിശ്വാസം, ദൈവത്തിൽ ഉള്ള ആശ്രയം എത്രത്തോളം ഉണ്ട് എന്ന് അറിയുവാൻ തക്കവണ്ണം മാത്രമേ. എന്ന് പറയുമ്പോൾ ആത്മീയമായി ഒരു ശിശുവായിരിക്കുന്ന അല്ലെങ്കിൽ അപ്രകാരം വളരുന്ന സാഹചര്യത്തിൽ പരീക്ഷകളുടെ കാഠിന്യം വിവിധ തലങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദ്യം ചെറിയ പരീക്ഷകൾ നേരിട്ട് അവയെ അതിജീവിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരുന്ന ഒരു വിശ്വാസിക്ക് വിശ്വാസത്തിൽ വളരും തോറും പരീക്ഷകളുടെ ആക്കവും തൂക്കവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് മാറ്റുരച്ച് നോക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്രകാരമുള്ള പരീക്ഷകൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. താഴെ നാം തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 6-ാം വാക്യം. എന്നാൽ അവൻ യാതൊരു സംശയം കൂടാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമനാകുന്നു. ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിലുള്ള വളർച്ചയെക്കുറിച്ച് പറയുകയാണ്. നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയിൽ ഒരു സംശയമുണ്ടാകാതെ വിശ്വാസത്തോടുകൂടി ദൈവം പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ആവശ്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമാണ് എന്നുള്ളൊരു വിശ്വാസം, സംശയം കൂടാതെയുള്ള വിശ്വാസത്തോടു കൂടിയുള്ള
പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നാം വായിക്കുന്നു, ഇങ്ങനെയുള്ള മനുഷ്യന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. അതായത് സംശയം കൂടാതെ നാം പ്രാർത്ഥിക്കണം. സംശയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും ലഭിക്കുകയില്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. 6-ാം വാക്യത്തിൽ, എന്നാൽ അവൻ യാതൊരു സംശയം കൂടാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമനാകുന്നു. സംശയത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഇവിടെ ഉപമിച്ചിരിക്കുന്നത് കടലിലെ തിരയോട് അല്ലെങ്കിൽ തിരയ്ക്ക് സദൃശ്യമായിട്ട്. കാറ്റിനനുസരിച്ച് തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലെ സംശയത്തോടുകൂടിയുള്ള പ്രാർത്ഥന അപ്രകാരമാണ്, അതിന് ഫലമൊന്നും ലഭിക്കുകയില്ല എന്ന് 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലും അസ്ഥിരൻ ആകുന്നു, സ്ഥിരതയില്ലാത്തവനാകുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിലെ പരീക്ഷകളെക്കുറിച്ച് ഇവിടെ യാക്കോബ് ശ്ലീഹ എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ പരീക്ഷയെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശോധന എന്നാണ്. വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന തലത്തിലാണ് അദ്ദേഹം ആത്മീയ ജീവിതത്തിലെ പരീക്ഷയെ, വിശ്വാസത്തിൻ്റെ ഇതാകുന്ന തലത്തിലുള്ള പരീക്ഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരീക്ഷയെപ്പോലെ തന്നെ മറ്റ് പരീക്ഷകൾ നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ നാം നേരിടേണ്ടതാണ്. മറ്റു തലത്തിലുള്ള പരീക്ഷ, അതിനെക്കുറിച്ച് ആണ് 12 മുതൽ താഴേക്കുള്ള തിരുവചനത്തിലേക്ക് നാം വായിക്കുന്നത്. 13-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പരീക്ഷ ഈ ലോക ജീവിത യാത്രയിൽ വിശ്വാസത്തിൻ്റെ പരീക്ഷയോടൊപ്പം തന്നെ ലോകത്തിൻ്റേതാകുന്ന മോഹങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള പരീക്ഷകളും നാം നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അവരോട് ആവശ്യപ്പെടുന്നത്. പരീക്ഷ നേരിടരുത് അല്ലെങ്കിൽ പരീക്ഷ വരരുത് എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെയോ പരീക്ഷയെ അതിജീവിക്കുവാൻ തക്കവണ്ണമാണ് അവരെ ആ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ തലത്തിലുള്ള പരീക്ഷകളെന്ന് പറയുമ്പോൾ ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാൻ, ലോകത്തിൻ്റേതാകുന്ന മോഹങ്ങളിലേക്ക് നമ്മെ വീഴ്ത്തുവാൻ തക്കവണ്ണം പരീക്ഷകൻ, ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പിശാച് നൽകുന്ന പരീക്ഷകളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്, ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റേതാകുന്ന പരീക്ഷകളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ പരീക്ഷകൾ ദൈവം നൽകുന്നതല്ല, പിന്നെയോ പിശാച് നൽകുന്നതാണ്. ഈ പരീക്ഷ ലോകത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തോട് കൂടെയുള്ള അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ വസിക്കുന്ന മനുഷ്യൻ, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആ ദൈവ സാന്നിധ്യം അവന് നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പിശാച് അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം തിരുവചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം, ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് ഭക്ഷിച്ചു, ഭർത്താവിന് കൊടുത്തു, അവനും ഭക്ഷിച്ചു. ഇവിടെ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ആദ്യ മാതാപിതാക്കന്മാരെക്കുറിച്ച് നാം വായിക്കുകയാണ്. അവർ ഈ ലോകത്തിൻ്റെ ഇതാകുന്ന മോഹങ്ങളിലാണ് ആ പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നത്. അതായത് നാം അവിടെ വായിക്കുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും
നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് ഏദൻ തോട്ടത്തിൽ ആദിമാതാപിതാക്കളെ ദൈവമാക്കി വച്ചിരിക്കുന്നത്. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഭക്ഷിക്കുവാനുള്ള ആഹാരവും അവർ വേണ്ടതൊക്കെയും ദൈവം അവർക്ക് വേണ്ടി കരുതുകയാണ്. ആ കരുതൽ അവർ അനുഭവിക്കുമ്പോൾ തന്നെ അവർക്കില്ലാതിരുന്നൊരു കാര്യം ദൈവത്തെ പോലെ അല്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇല്ലാതിരുന്ന ഒരവസ്ഥയെ ദൈവത്തെ പോലെ ആകുവാനും നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്നവരായി അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനും തക്കവണ്ണം ആണ് ആ പിശാചിൻ്റെ പരീക്ഷയിൽ അവർ വീണുപോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വരുവാനുള്ള ആഗ്രഹം, മോഹം ആണ് ഇവരെ പാപത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാമൊക്കെയും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ആകുവാനുള്ള നമ്മുടെ ആഗ്രഹം ഇപ്പോഴും നല്ലതാണ്. എന്നാൽ അത് മോഹമായി മാറുമ്പോൾ ആ മോഹം നമ്മുടെ ഹൃദയത്തിൽ കൂടികൊണ്ട് അത് പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം 1-ാം അധ്യായം യാക്കോസ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം നാം വായിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രോഗ്രഷൻ നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. എന്താണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമുക്കറിയാം, ഏതൊരു ജീവജാലവും ഗർഭം ധരിച്ചാൽ അതിനൊരു സമയമുണ്ട് പ്രസവം നടക്കുവാൻ തക്കോണം. മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെയും ഒരു കാലപരിധിയുണ്ട്. അപ്രകാരം ഈ ലോക ജീവിതയാത്രയിൽ മോഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് മനസ്സിൽ താലോലിച്ച് അത് പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നൊരു വ്യക്തി ഇവിടെ പറയുകയാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അപ്പോൾ ആ കാലയളവിൽ ആ മോഹം നമ്മളിൽ കുടികൊണ്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോഴാണത് പാപത്തിലേക്ക് നയിക്കപ്പെടുന്നത്. പാപം ചെയ്തിട്ടും തെറ്റാണെന്ന് സ്വയം കണ്ടെത്തി തിരുത്തുവാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്തപിക്കുവാൻ കഴിയാതെ ആ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്ക് അവസാനം സംഭവിക്കുന്നത് മരണം ആണ് എന്നിവിടെ നാം കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായ മരണം, ദൈവത്തിൽ നിന്ന് എന്നേക്കും അകറ്റപ്പെടുന്ന സാഹചര്യം. അതാണ് ഇവിടെ ഈ മരണത്തെക്കുറിച്ച്, നമ്മുടെ ശാരീരികമാകുന്ന മരണത്തെക്കാൾ ഉപരിയായി ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോഗ്രഷൻ നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുകയാണ്. ലോക ജീവിതയാത്രയിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ നേടുവാനും ആകുവാനുമുള്ള ആഗ്രഹം, അത് മനസ്സിൽ താലോലിച്ച് എങ്ങനെയെങ്കിലും അത് പ്രാപിക്കുവാനുള്ള ആ മോഹത്തോടു കൂടിയുള്ള ജീവിതയാത്രയാണ് പാപത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്. ആ പാപത്തിലേക്ക് വീണുപോകുന്ന മനുഷ്യനും തുടർന്ന് അനുതപിക്കുവാനും പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് പാപമോചനം ലഭിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ലഭിക്കുമ്പോഴും അത് ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോൾ അവന് സംഭവിക്കുന്നത് ആത്മീയ മരണമാണ് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം നാം അത് വായിച്ചു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു, പാപം ചെയ്തു, എന്നാൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ പാപത്തെക്കുറിച്ച് അനുതപിക്കാതെ, മനസ്തപിക്കാതെ വീണ്ടും മറ്റു പാപങ്ങളിലേക്ക് കടന്നു പോകുന്ന, അല്ലെങ്കിൽ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം എവിടേക്കാണ് നയിക്കപ്പെടുന്നത്? അത് മരണത്തെ, ഇവിടെ പറയുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ ഈ ലോകത്തിൻ്റേതാകുന്ന മോഹങ്ങൾ പിശാച് കൊണ്ടുവന്ന് ആ മോഹങ്ങളിൽ നമ്മെ വീഴ്ത്തി ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റുവാൻ തക്കോണം എപ്പോഴും അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും.
എന്നാൽ അത് തിരിച്ചറിഞ്ഞ് തെറ്റാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അപ്രകാരമുള്ള മോഹങ്ങളെ സമ്പൂർണ്ണമായിട്ടും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്കാണ് ദൈവകൃപയിൽ നിൽപ്പാനും ദൈവകൃപയിൽ വളരുവാനും ദൈവത്തോട് ഒപ്പമായിരിക്കാൻ തക്കോണം സാധ്യമാകുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം: നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. നമുക്കറിയാം കായീൻ്റെയും ഹാബേലിൻ്റെയും വഴിപാട്. ഇവിടെ കായീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ദൈവം തന്നെ അവനോട് പറയുകയാണ്, നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അപ്പോൾ നമ്മെ വീഴ്ത്തുവാൻ തക്കവണ്ണം പിശാച് എപ്പോഴും നമ്മുടെ വാതിക്കൽ തന്നെ ഉണ്ട്. നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമ്മളിൽ അവൻ പരീക്ഷകളെ നേരിടുവാനും അല്ലെങ്കിൽ പരീക്ഷകൾ നൽകി അതിൽ വീണു പോകുവാനും അവനെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, കായീനോട് പറയുകയാണ്, പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. നമ്മുടെയൊക്കെയും ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ, ദൈവകൃപയിലേക്ക് വന്ന ഒരു വ്യക്തിക്കാണ് കൂടുതൽ പരീക്ഷകൾ നേരിടേണ്ടി വരുന്നത്. കാരണം പിശാചിൻ്റെ അധീനതയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് ഒരു ഭാരവുമില്ല. എന്നാൽ അവൻ്റെ അധീനയിൽ നിന്ന് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും വീഴ്ത്തുവാനും നശിപ്പിക്കുവാനും അവനെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള മോഹങ്ങൾ അത് പാപങ്ങളായി നമ്മുടെ വാതിക്കൽ നിൽക്കുമ്പോൾ അതിനെ കീഴടക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ, നേരിട്ട് ജയിച്ച് ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ കൊണ്ട് നമുക്ക് കഴിയണമെന്ന് യാക്കോബ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 2:16-17 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാഗ്രഹം, കണ്ണുകളുടെ ദുരാഗ്രഹം, ജീവിതത്തിൻ്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പോൾ ഇത് ലോകത്തിൽ നിന്ന്, ലോകത്തിൻ്റെ അധിപനാണ് നമുക്ക് നമ്മളിലേക്ക് നാം വീണു പോകാൻ തക്കവണ്ണം നൽകുന്നത്. എന്നിട്ട് 17-ാം വാക്യം പറയുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഈ ലോകത്തിൻ്റേതാകുന്ന മോഹങ്ങൾ, മറ്റുള്ളവർക്കുള്ളതുപോലെ നേടുവാനുള്ള ആഗ്രഹം, മറ്റുള്ളവർ ആയിരിക്കുന്ന പോലെ ആകുവാനുള്ള ആഗ്രഹം, നമുക്ക് അർഹമായതിനുപരിയായ പലതും സമ്പാദിക്കുവാനും നേടുവാനുമുള്ള ആ ആഗ്രഹം, അത് മോഹം. ആ മോഹം നാം മനസ്സിൽ താലോലിച്ച് അത് പാപത്തെ പ്രസവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കപ്പെടും. അത് ആ പാപം ചെയ്ത് അനുദപിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ, തെറ്റുകൾ തിരുത്തി അനുദപിച്ച് ദൈവസന്നിധിയിൽ ദൈവകൃപ പ്രാപിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ അത് ആത്മീയ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 18-19 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ: മറ്റ് ചിലർ മുള്ളുകളിടയിൽ വിതച്ച വിത്ത് പോലെ വചനം കേൾക്കുന്നു. എന്നാൽ ലൗകിക ചിന്താകുലങ്ങളും ധനത്തിൻ്റെ ആകർഷണവും ഇതര മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. വചനം കേൾക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ കർത്താവ് നൽകിയ ഈ പ്രസിദ്ധമായ ഉപമയിൽ ഒരു വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് നാം കാണുകയാണ്. വിതക്കാരൻ വിത്ത് വിതയ്ക്കുന്നു. പല തരത്തിലുള്ള തലങ്ങളിൽ ആ വിത്ത് വീഴുകയാണ്. എന്നിട്ട് അതിൽ ചിലത് മുള്ളുകളുടെ ഇടയിൽ വിതച്ച വിത്ത് പോലെ ആണ് എന്ന് പറയുകയാണ്. അതിന് കാരണം എന്താണ്? എന്നാൽ ലൗകിക ചിന്താകുലങ്ങളും ധനത്തിൻ്റെ ആകർഷണവും
ഇതര മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, വചനം സത്യമെന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ വചനത്തിൽ നിലനിൽക്കുവാൻ നേർക്ക് കഴിയാത്തതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ ചിന്താകുലതകൾ, ലൗകിക ചിന്താകുലതകൾ, ധനത്തിൻ്റെ ആകർഷണം, ഇതര മോഹങ്ങൾ അകത്ത് ചെന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് നാം സ്വീകരിച്ചു, ആ വചനം കേട്ടു. എന്നാൽ വചനം വളരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അത് ഫലം നൽകുവാൻ തക്കവണ്ണം കഴിയാത്തതുപോലെ ഈ ലോകത്തിൻ്റേതാകുന്ന ചിന്തകളും ലൗകിക ചിന്തകളും ധനത്തോടുള്ള ആഗ്രഹവും ലോകത്തിൻ്റെ മോഹങ്ങളും അവ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്താൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷകൾ, മോഹങ്ങളാകുന്ന പരീക്ഷകൾ എപ്പോഴും പിശാച് നൽകിക്കൊണ്ടേയിരിക്കും. ആ പരീക്ഷകളെ തിരിച്ചറിഞ്ഞ് ഇത് പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വന്നൊരു വ്യക്തിക്കാണ് ദൈവകൃപയിൽ നിൽക്കുവാനും വളരുവാനും ദൈവസന്നിധിയിൽ അവന് പ്രാഗൽഭ്യം കണ്ടെത്തുവാൻ എന്നൊക്കെ കഴിയുന്നത്. നാം വായിച്ചു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇപ്രകാരമുള്ള പരീക്ഷകൾ, ദൈവത്തിൽ നിന്നുള്ള പരീക്ഷ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയാകുന്ന പരീക്ഷകൾ, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം വിശ്വാസം വളരുവാൻ, ഒരു പരീക്ഷ അതിജീവിച്ച് അതിനെ ജയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു പരീക്ഷ, അതിലും വലിയ പരീക്ഷകൾ നാം നേരിട്ട് വിശ്വാസത്തിൻ്റെതാകുന്ന പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ പുതിയ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആത്മീയമായി വളരുവാൻ ഒരു വ്യക്തിക്ക് കഴിയും. അപ്രകാരം തന്നെ ലോകത്തിൻ്റേതാകുന്ന പരീക്ഷകൾ, ലോകത്തിൻ്റെ പ്രഭുവാകുന്ന പിശാച് നൽകുന്ന പരീക്ഷകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമ്പോഴാണ് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് അതിന് നല്ലൊരു മാതൃകയാണ്. തൻ്റെ പരസ്യ പ്രവർത്തനത്തിന് മുമ്പ് താൻ മാമോദിസ സ്വീകരിച്ച് 40 ദിവസം ഉപവസിക്കുന്നതായിട്ട് നാം കാണുകയാണ്. പരസ്യ പ്രവർത്തനത്തിന് ആവശ്യമാകുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി 40 ദിവസം പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി സമയം ചെലവഴിക്കുന്ന കർത്താവിനെ പരീക്ഷകൻ പരീക്ഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. പരീക്ഷകൻ 3 പ്രാവശ്യം കടന്നു വന്ന് പരീക്ഷിക്കുമ്പോൾ ദൈവവചനത്താൽ ആ പരീക്ഷയെ കർത്താവ് അതിജീവിക്കുന്നു. പരീക്ഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റേതാകുന്ന പല കാര്യങ്ങളും, മോഹമുണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും പിശാച് നൽകുമ്പോൾ കർത്താവ് അതിനെ അതിജീവിച്ച് ആ പരീക്ഷയെ ജയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൻ്റെ ജീവിതാവസാനം താൻ കുരിശിൽ കിടക്കുമ്പോൾ പോലും പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നുണ്ട്. നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്നുള്ള ശബ്ദം കർത്താവ് കേൾക്കുകയാണ്. കാരണം കർത്താവ് മരിച്ചാൽ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എന്നാൽ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഒരിക്കലും ഉയർപ്പ് ഉണ്ടാകുകയില്ല. ആ ഉയർപ്പിലൂടെയാണ്, കർത്താവിൻ്റെ മരണവും ഉയർപ്പുമാണ് നമ്മുടെ പാപമോചനം നമുക്ക് ലഭ്യമായി തീർന്നത്. അപ്പോൾ അത് സാധ്യമാകാതിരിക്കുവാൻ തക്കവണ്ണം പരീക്ഷകൻ അവിടെയും പരീക്ഷിക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ ഈ പരീക്ഷകളെ അതിജീവിച്ചാണ് കർത്താവ് ഇന്ന് മഹത്വത്തിൽ ആയിരിക്കുന്നത്. അപ്രകാരം ജീവിതയാത്രയിൽ ഈ തരത്തിലുള്ള പരീക്ഷകൾ, വിശ്വാസത്തിൻ്റെ പരിശോധനയാകുന്ന പരീക്ഷയും ലോകത്തിൻ്റെ മോഹങ്ങളാകുന്ന പരീക്ഷയും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ആത്മീയ പൈതലിന് മാത്രമേ ദൈവകൃപയിൽ വളർന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പുതിയ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വാസത്തിൻ്റേതാകുന്ന പരീക്ഷകളെ അതിജീവിച്ച് അവസാനത്തോളം, അന്ത്യനാളുകളിൽ നമ്മുടെ വിശ്വാസം
നമ്മുടെ സ്നേഹം തണുത്തു പോകാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും. അവിടെ അവ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്കാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സമ്മാനം പ്രാപിപ്പാൻ തക്കോണം കഴിയുന്നത്. 24 അധ്യായത്തിൻ്റെ 12 വാക്യം നാം വായിക്കുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പല തരങ്ങളിലുള്ള പരീക്ഷകൾ, സ്നേഹിതർ, ഉറ്റവർ, വേണ്ടപ്പെട്ടവർ തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന, വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഒരു ദൈവവേദനയുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ അവയെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ആണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ സമ്മാനം പ്രാപിക്കുവാൻ തക്കോണം കഴിയുന്നത്. ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചവനാണെന്ന് തെളിയിച്ച കർത്താവ് താൻ നേരിട്ട പരീക്ഷകളെ അതിജീവിച്ച് ആണ് ആ വലിയ പദവിയിലേക്ക്, പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കാൻ തക്കോണമുള്ള ആ വലിയ പദവിയിലേക്ക് കർത്താവിന് മുഖാന്തരമായി തീർന്നത്. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷകളെ അതിജീവിച്ച്, അവ നേരിട്ട് അതിജീവിച്ച് വിജയിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ തക്കോണം നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.